ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ, നമ്മുടെ ബേബി മൂണിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ ഫ്രീസിങ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ഡേ ആയിരുന്നു. അത് നമ്മളൊരു 6 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ റൂമിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 15 മിനിറ്റ് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ തലേക്കുന്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഏതായാലും ഞങ്ങളൊരു 6 മണിയായപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, പോലീസിൻ്റെ റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നു. ചെന്ന സമയത്ത് തന്നെ കുറേ വണ്ടികളുടെ മുകളിൽ കൂടിയൊക്കെ ഫ്രീസായി കിടക്കുകയാണ്. അതിൽ കുറേ നേരം കളിച്ചിരുന്നു. എനിക്കിത് ഭയങ്കര അതിശയമായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കാണുന്ന സംഗതിയാണ്, പക്ഷെ എന്നാലും കാശ്മീരൊക്കെ പോയവൾക്ക് ഇതൊക്കെ വരും, ഇതൊക്കെ എന്നായിരിക്കും. പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ റീൽസിൽ കണ്ട പല കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്ത് പോയാലും എനിക്ക് കിട്ടാറില്ല, പക്ഷേ ഇത് കിട്ടി എന്തോ ഭാഗ്യത്തിന്. എന്തായാലും അവിടെ അത്രയും ക്രൗഡും ഉണ്ടായിരുന്നു, കുറേ ആൾക്കാർ ഉണ്ടായതുകൊണ്ട് പോലീസ് ഒരു വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു തലക്കുന്ന ഒരു ആൾക്കാരെ കയറ്റി വിടുമ്പോഴത്തേക്കും അടുത്ത തലക്ക് ആൾക്കാർ ഇറങ്ങും, അവിടെ കയറ്റി വിടുമ്പോഴത്തേക്കും ഈ തലക്കുന്ന ആൾക്കാർ ഇറങ്ങും. അങ്ങനെയായിരുന്നു അവിടെ. എന്നാലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയണില്ല, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റി. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. മേ ബി റോഡിലൊക്കെ ബ്ലോക്ക് വരാൻ കാരണമായതുകൊണ്ടായിരിക്കാം. മോർണിംഗിൽ പുലർച്ചെ തന്നെ അവിടെ ബ്ലോക്കാണ്, വലിയ വലിയ ഹെവി ലോറീസും കാര്യങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ, ബസ് ഇതൊക്കെ വരുമ്പോഴൊക്കെ അവിടെ ഭയങ്കര ബ്ലോക്കാണ്. മേ ബി അതുകൊണ്ടേയിരിക്കാം. ഞങ്ങൾ പോയ സമയത്താണ് നല്ലൊരു ഫ്രീസിങ് മൊമെൻറ്റ് കിട്ടിയതെന്ന് തോന്നുന്നു. എന്തായാലും റീൽസിൽ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുത് തന്നെയായിരുന്നു. കാരണം ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, അത്രയും ഫ്രീസായി വെള്ള പൊതിച്ച് നിൽക്കുകയാണ്, അത്രയും ഭംഗിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ ബ്രിഡ്ജിലോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ പുറത്തുനിന്നൊക്കെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടുത്തെ എത്ര സെൽഷ്യസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല, -डिग्री എത്രയായിരുന്നു, അത്രയും തണുപ്പായിരുന്നു. ഗ്ലൗസും ക്യാപ്സും ഒക്കെ ഇട്ട് പോയിട്ട് പോലും ഞങ്ങൾക്ക് ആ തണുപ്പ് പ്രിവെൻറ്റ് ചെയ്യാനോ ഒന്ന് ചൂട് പിടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഒന്ന് ചൂട് പിടിക്കാൻ പറ്റിയത് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സണ്ണുകുട്ടൻ ഇങ്ങനെ വന്നു. അപ്പോൾ ചെറുതായിട്ട് ചൂടൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂമിലോട്ട് പോയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ പോണ വഴിയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ള പൊതിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഊട്ടിയിലെ തലേക്കൊന്ത മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഏകദേശം ഈ ഫ്രീസിങ് ഉണ്ട്. പക്ഷേ തലേക്കുന്തയാണ് ഒന്നും കൂടെ കാണാൻ ഭംഗി, പ്രത്യേകിച്ച് ആ ഡാമിൻ്റെ ബാക്ക് ഭാഗമായതുകൊണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ചും കൂടെ കൂടുതൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം തലേക്കുന്ത എല്ലാവരും പറയുന്നത്. പക്ഷെ ഊട്ടിയിൽ എല്ലാ സ്ഥലത്തും ഏകദേശം ഈ ഒരു ഫ്രീസിങ് സംഗതി ഉണ്ട്. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൂമിലെത്തി നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. എന്തോരം ഭംഗിയാണെന്നറിയോ. പിന്നെ ആ തണുപ്പത്ത് ചെറിയ ചൂടൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയപ്പോൾ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ കിട്ടി. നമ്മുടെ റൂം എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അത് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ കിട്ടുക. നമ്മൾ പിന്നെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തു, 200 കൊടുത്തിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ടോയ് ട്രെയിനിൽ പോകണമെന്ന് വിചാരിച്ചു. ടോയ് ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ യൂട്യൂബിലും ആരൊക്കെയോ പറയുന്നത് കേട്ടു. അതുകൊണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കി. പിന്നെ അധികം വൈകിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ നാട്ടിലോട്ട് തിരിക്കാൻ വേണ്ടി പോന്നു.
പോകുന്ന വഴിക്ക് തലേക്കുന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് അന്തം വിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗിൽ കണ്ട് തലേക്കുന്നേ അല്ല ആ സമയത്ത്. ഏകദേശം 11 ഒക്കെയാണ് സമയം. എന്നാലും ആ ഒരു സമയത്ത് ആകുമ്പോഴത്തേക്കും മെൽട്ടാവും എന്നുള്ളതൊക്കെ ഉറപ്പാണ്. എന്നാലും ഞാനിങ്ങനെ ആലോചിച്ച് മോർണിംഗിൽ കണ്ട് തലേക്കുന്നേ അല്ല. കാരണം ആ ഒരു വെള്ള പൊതച്ച സംഗതിയേ ഇല്ല. നോർമലായിട്ടായിരുന്നു. പിന്നെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയമായപ്പോൾ. മോർണിംഗിൽ മാത്രമായിരുന്നു അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയപ്പോൾ നല്ല ചോറും ഉപ്പേരിയും മീൻകറിയൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് നാടുകാണി ഇറങ്ങി. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായി. എന്തായാലും ഇനി ബേബി വന്നിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ.